യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 4. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യരാക്കി സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ യേശുവല്ല, ശിഷ്യരായിരുന്നു സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യേശു യഹൂദിയ വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. ഇത്തവണ ശമരിയയിൽ കൂടി തനിക്ക് പോകേണ്ടിയിരുന്നു. അങ്ങനെ യേശു സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസെഫിന് കൊടുത്ത വയലിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ കിണർ ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. ആ സമയം ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരാൻ അവിടെ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. ശിഷ്യർ ഭക്ഷണസാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങ് യഹൂദനായിരിക്കെ ശമരിയ സ്ത്രീയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് ആ സ്ത്രീ യേശുവിനോട് ചോദിച്ചു. കാരണം യഹൂദന്മാർക്ക് ശമര്യരോട് ഒരു ഇടപാടും ഇല്ലായിരുന്നു. അതിന് യേശു അവളോട്, ദൈവത്തിൻ്റെ ദാനത്തെയും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ സ്ത്രീ, യജമാനനെ, വെള്ളം കോരാൻ അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. കിണറിന് നല്ല ആഴവുമുണ്ട്. പിന്നെ ആ ജീവജലം അങ്ങേക്ക് എവിടെ നിന്നും ലഭിക്കും? നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിനേക്കാൾ അങ്ങ് വലിയവനാണോ? അദ്ദേഹമാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹവും മക്കളും ആടുമാടുകളും എല്ലാം ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവർക്കെല്ലാം പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ആർക്കും ഒരു നാളും ദാഹിക്കില്ല. ഞാൻ നൽകുന്ന വെള്ളം അയാളിൽ നിത്യജീവനിലേക്ക് കുതിച്ചൊഴുകുന്ന നീരുറവായി പരിണമിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതിന് സ്ത്രീ, യജമാനനെ, ആ വെള്ളം എനിക്ക് തന്നാലും എങ്കിൽ എനിക്ക് ദാഹിക്കില്ലല്ലോ. ഇവിടെ വരെ വന്ന് വെള്ളം കോരുകയും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ ഉത്തരം പറഞ്ഞു. അതിന് യേശു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിൻ്റെ കൂടെയുള്ളവൻ ഭർത്താവല്ല. അതിനാൽ നീ ഈ പറഞ്ഞത് സത്യം തന്നെ എന്ന് പറഞ്ഞു. സ്ത്രീ യേശുവിനോട്, യജമാനനെ, അങ്ങൊരു പ്രവാചകനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ ആരാധിക്കേണ്ട സ്ഥലം യെരൂശലേമാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ യെരൂശലേമിലോ അല്ല എന്നുള്ള സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദന്മാരിൽ നിന്നാണ് വരുന്നത്. എന്നാൽ യഥാർത്ഥ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. ഇതാ വന്നും ഇരിക്കുന്നു. ഇങ്ങനെയുള്ളവരാണ് തൻ്റെ ആരാധകരായിരിക്കാൻ പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. തന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സ്ത്രീ യേശുവിനോട് പറഞ്ഞത്, മിശിഹ, ക്രിസ്തു എന്നർത്ഥം, വരുന്നുവെന്ന് എനിക്കറിയാം. മിശിഹ വരുമ്പോൾ ഞങ്ങൾക്ക് സകലവും വിശദമാക്കി തരും. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ എന്ന് പറഞ്ഞു. ഈ സമയം ശിഷ്യർ മടങ്ങിയെത്തി. യേശു ഒരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. എങ്കിലും അങ്ങ് എന്തന്വേഷിക്കുന്നു എന്നോ അവളോട് എന്തിന് സംസാരിക്കുന്നുവെന്നോ ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ആളുകളോട്, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുക. അദ്ദേഹം ഒരുപക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. ഇതിനിടയിൽ ശിഷ്യർ യേശുവിനോട്, ഗുരു, ഭക്ഷണം കഴിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് യേശു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കാനുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അതിനാൽ ആരെങ്കിലും അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യർ പരസ്പരം ചോദിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഹിതം ചെയ്ത് അവിടുത്തെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞാൽ കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയാറില്ലേ? ഇതാ, കണ്ണു തുറന്ന് തലയുയർത്തി വയലുകളിലേക്ക് നോക്കുക. ഇപ്പോൾ തന്നെ അവ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊയ്യുന്നവൻ ഇപ്പോഴേ കൂലി ലഭിക്കുന്നു. അവൻ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കുന്നു. അതിനാൽ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു.
ഒരാൾ വിതയ്ക്കുന്നു, മറ്റൊരാൾ കൊയ്യുന്നു എന്ന പഴഞ്ചൊല്ല് ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടല്ലാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു. മറ്റുള്ളവർ കഠിനാധ്വാനം ചെയ്തു അവരുടെ അധ്വാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞുവെന്ന് ആ സ്ത്രീ പറഞ്ഞ സാക്ഷ്യം കേട്ട് ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. അങ്ങനെ ആ ശമര്യർ വന്ന് തങ്ങളോട് കൂടെ താമസിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. താൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. തൻ്റെ വചനം കേട്ട് വേറെ പലരും വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട്, നീ പറഞ്ഞത് കൊണ്ടല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത്, പകരം ഞങ്ങൾ തന്നെ കേട്ട് അവിടുന്ന് സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് യേശു അവിടെ നിന്നും ഗലീലയിലേക്ക് പോയി. ഒരു പ്രവാചകന് സ്വന്തം നാട്ടിൽ ബഹുമാനമുണ്ടാകില്ലെന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. യേശു ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പെസഹ പെരുന്നാളിന് അവരും പോയിരുന്നത് കൊണ്ട് യേശു യെരുശലേമിൽ പെരുന്നാളിൽ ചെയ്തതെല്ലാം അവരും കണ്ടിരുന്നു. താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനായിൽ യേശു പിന്നെയും ചെന്നു. അവിടെ ഒരു രാജഭൃത്യന് കഫർന്നഹൂമിൽ രോഗിയായിരുന്ന മകനുണ്ടായിരുന്നു. യേശു യഹൂദയിൽ നിന്നും ഗലീലയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് അദ്ദേഹം യേശുവിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ മകനെ വന്ന് സൗഖ്യമാക്കണം എന്നപേക്ഷിച്ചു. അവൻ മരിക്കാറായിരുന്നു. യേശു രാജഭൃത്യനോട്, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. രാജഭൃത്യൻ യേശുവിനോട്, കർത്താവേ, എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അദ്ദേഹത്തോട്, പൊയ്ക്കൊള്ളൂ, താങ്കളുടെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു തന്നോട് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ യാത്രയായി. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തൻ്റെ ദാസന്മാർ തന്നെ എതിരേറ്റ്, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ സൗഖ്യമായ സമയം എപ്പോഴാണെന്ന് അദ്ദേഹം ചോദിച്ചതിന്, ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് പനി വിട്ടു എന്നവർ പറഞ്ഞു. താങ്കളുടെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞത് ആ സമയത്ത് തന്നെ ആയിരുന്നുവെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അദ്ദേഹവും കുടുംബവും മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്നും ഗലീലയിൽ വന്നതിന് ശേഷം ചെയ്ത 2ാമത്തെ അടയാളമായിരുന്നു ഇത്.